രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന് കേട്ടത് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞ ഒരു വാക്ക് സെന്റൻസ് അതിനകത്ത് കൂട്ടി. അതിനുശേഷം വലിയ സൈബർ അറ്റാക്കാണ് എനിക്കെതിരെ നടന്നത്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം, അതായത് ഇന്നലെ ഞാനിത് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, അതിന്റെ നിജസ്ഥിതി പുറത്തു വരാൻ വേണ്ടി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം തെളിവുകൾ രാഹുലിൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഫെനി നൈനാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കുറച്ചധികം ചാറ്റുകൾ, അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് മൂന്നാമത് പരാതി നൽകിയ അതിജീവിത ഈ പറയുന്ന സുഹൃത്തുമായിട്ട്, അതായത് ഫെനിൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്ത കുറച്ച് ചാറ്റുകൾ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിജീവിത, സ്വാഭാവികമാണല്ലോ, അതിജീവിത ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തായ ഫെനിനെതിരായിട്ട് പരാതി കൊടുത്തു, ഒരു സൈബർ പോലീസിൽ പരാതി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമ്മുടെ ഫെനിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻ സ്കറിയ പുള്ളിക്കാരൻ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ചർച്ചാ വിഷയമാകുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ഒന്ന് കേൾക്കാം. ഹലോ ഫെനി, നമസ്കാരം. നമസ്കാരം. എന്നാണ് നിങ്ങൾ അങ്ങനെ വീണ്ടും ഒരു കേസിലൂടെ പ്രതിയായി? അതെ. ഇപ്പോഴത്തെ കേസിന്റെ വിശദാംശങ്ങളും അറിയാൻ പറ്റിയോ? നിങ്ങളെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നെ ആരും ഇതുവരെ, പോലീസോ ഒന്നും എന്നെ ഇതുവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് വിവരങ്ങൾ അറിഞ്ഞത്. പിന്നെ വക്കീൽ മുഖാന്തരവും വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ പരാതിയില് എന്റെ പേര് ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ആദ്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞത് ഒരു 5000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തോ നിർബന്ധപൂർവ്വം വാങ്ങിച്ചതുപോലെയൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ എനിക്ക് കേട്ടിട്ട് സങ്കടം തോന്നുന്നു. അത് 5000 രൂപ അവര് തന്നിട്ടുണ്ട് എനിക്ക്. അതിൽ വാസ്തവമാണ്. എനിക്ക് ഈ യുവതിയെ അറിയാം, അതും ഒരു വാസ്തവമാണ്. ഞാനത് പൈസ കിട്ടിയപ്പോൾ തന്നെ ഞാനത് അതിന്റെ കൂപ്പണുകൾ അയച്ചു കൊടുക്കുകയും അതിന്റെ പൈസ തന്നു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എന്റെ നവമാധ്യമങ്ങളിൽ ഒരു സ്റ്റോറി ആയിട്ട് ഇട്ട ആളാണ്. അതായത് ഒരു രഹസ്യമല്ല, പരസ്യമാക്കിയ ഒരു സംഭവമാണ്. അതാണ് പിന്നെ വളച്ചൊടിച്ച് അതൊരു പരാതിയിലേക്ക് എത്തിയത്. ശരി, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ ചാറ്റ് പുറത്തു വിട്ടതിനെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചോ? ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാന് ഇതുമായി ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പേ തന്നെ അതോറിറ്റീസിനോടൊക്കെ ചോദിച്ച് ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. ആ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു സാധനവും ഞാൻ ചാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്റെ എഴുത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒന്നുമേ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്ന ഒരു സാധനവും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവരുടെ വീണ്ടും വ്യാജമായ കേസുകൾ സൃഷ്ടിക്കുകയാണ്. അതിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ എന്താ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്? നിങ്ങള് ഈ കേസ് വന്ന് മുങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? ഒരു പ്ലാനും ഇല്ല, മുങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞാൻ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഈ പരാതി വന്നതിന് ശേഷമാണ് ഞാനൊരു ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് SBയിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ ഫണ്ടിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന് കേട്ടത് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞ ഒരു വാക്ക് സെന്റൻസ് അതിനകത്ത് കൂട്ടി. അതിനുശേഷം വലിയ സൈബർ അറ്റാക്കാണ് എനിക്കെതിരെ നടന്നത്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം, അതായത് ഇന്നലെ ഞാനിത് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, അതിന്റെ നിജസ്ഥിതി പുറത്തു വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ചാറ്റുകൾ പുറത്തുവിട്ടത്. വളരെ ശ്രദ്ധിച്ചു. ഞാൻ ആവശ്യമില്ലാത്ത ഒരു സംഭവങ്ങളും നമ്മളതിനകത്ത് കൊടുത്തിട്ടില്ല. കൃത്യമായ കാര്യങ്ങൾ മാത്രം. അതിനകത്ത് ഒരു അപാകതയും ഉള്ളതായിട്ട് ഞാൻ വക്കീലന്മാരോട് സംസാരിച്ചു, മറ്റ് നിയമപരമായ അറിവുള്ളവരോട് സംസാരിച്ചു. ഒരു തെറ്റും ആരും പറഞ്ഞിട്ടില്ല. ശരി, അതുകൊണ്ട് നിങ്ങൾ മുൻകൂർ ജാമ്യത്തിന് പോകുന്നുണ്ടോ? അതിനെപ്പറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിനു മുമ്പ് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ നിങ്ങൾ പ്രതിയായിരുന്നില്ലേ? പ്രതിയല്ല, ഞാൻ എന്നെ പ്രതിയാക്കിയിട്ടില്ല. ആരോപണങ്ങൾ ആ കേസിൽ എന്നെ പ്രതിയാക്കിയിട്ടില്ല, രണ്ടാം പ്രതിയാക്കിയിട്ടില്ല. ആ കേസിൽ ആരോപണം
ഉന്നയിച്ചു. വലിയൊരു ആരോപണമാണ് എനിക്കെതിരെ ഉന്നയിച്ചത്. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വലിയൊരു ആരോപണം അത് ഉന്നയിക്കുകയും അത് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹോം സ്റ്റേയിലേക്ക് ഞാൻ കൊണ്ടുവിട്ടു എന്നാണ് ആ പരാതി. പക്ഷെ നിങ്ങളെ പ്രതിയാക്കിയില്ല. വളരെ എന്നെ പ്രതിയാക്കിയിട്ടില്ല. അത് വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ്. എന്നിട്ട് എന്നെ ആ കേസിൽ അരമണിക്കൂർ ചോദ്യം ചെയ്തതല്ലാതെ എന്നെ പേരിന് വേണ്ടി പോലും ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത് വ്യാജ പരാതിയാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. മനസ്സിലായി. അപ്പം അത് ആ കേസിന്റെ അവസ്ഥ അതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ വീണ്ടും. പക്ഷെ അത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്റെ പേര് ഉൾപ്പെടുത്തിയത് മാത്രമേ തെരഞ്ഞെടുപ്പ് വരെ കഴിയും വരെ അത് മാത്രമേ കുത്തിഘോഷിച്ചുള്ളൂ. അതിനുശേഷം ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പും ഒരു മാധ്യമവും കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തായാലും രാഹുലിനൊപ്പം ഉറച്ചു നിൽക്കും. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ആ സൗഹൃദം വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉറച്ചു നിൽക്കും. എന്തായാലും രാഹുലിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഫെനിൻ നയനാന്റെ ഒരു ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ എന്തായാലും അതിജീവിതയുമായിട്ടുള്ള ചാറ്റുകൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് അതിജീവിത. അവരെ എന്താ പറയുക, നാറ്റിച്ചു, അവരെ സമൂഹത്തിന് മുന്നിൽ നാറ്റിച്ചു, അതുപോലെ തന്നെ ഇവരുടെ പേഴ്സണൽ ചാറ്റൊക്കെ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഫെനിൻ നയനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിജീവിതയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആരൊക്കെയാണ് അവർക്കെതിരെ സംസാരിക്കുന്നത്. അവർക്കെതിരെയൊക്കെ ഈ അതിജീവിത പരാതി കൊടുക്കും. അതിന് ഉദാഹരണമാണല്ലോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ തന്നെ ഒരു സ്ത്രീ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയായിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിലവർ രാഹുലിനെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ അവനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ചെയ്തതിൻ്റെ പേരിൽ ആ ഒരു സ്ത്രീക്കെതിരായിട്ടും പരാതി കൊടുത്തു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടനെ ഏത് വിധേനയും തകർക്കണം, പുള്ളിക്കാരൻ്റെ ഇമേജ് കളയണം, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾക്കെതിരായിട്ട് ഇവർക്ക് നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ ഈ രീതിയിലായിരിക്കത്തില്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അറിയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്നൊരു തീരുമാനം ഉണ്ടാവും. എന്തായാലും രാഹുലിൻ്റെ സുഹൃത്തായിട്ടുള്ള ഫെനിൻ നയനാൻ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാലും രാഹുലിൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും നല്ലൊരു സുഹൃത്ത് തന്നെയാണ്. കാരണം ഇവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന രാഹുലും ഈ അതിജീവിതയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. അപ്പോഴൊന്നും ഇതുപോലൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കൂട്ടുകാരൻ പറയുന്നത്. എന്തായാലും സത്യങ്ങൾ പുറത്തു വരട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. അതിനുശേഷം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.